കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ വി ഡി സതീശനും അതുപോലെ മറ്റു മന്ത്രിമാർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ കണ്ട അദ്ദേഹം കുറേ കാര്യങ്ങൾ കേരള ജനത ആഗ്രഹിച്ചിരുന്നതുപോലെ പറയുകയുണ്ടായി, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പുള്ളി പറഞ്ഞത്. ഇതൊന്ന് നമുക്ക് കേൾക്കാമേ. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ കഴിഞ്ഞ ഭരണത്തിനെതിരെ ഇതുപോലൊരു വെടിപൊട്ടിക്കാനായിട്ട് വി ഡി സതീശന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് കണ്ടില്ല, കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാനായിട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള പല കേസുകളും, അതായത് കോടതി പോലും പുനരന്വേഷണത്തിന് ഉത്തരവിട്ട സംഭവങ്ങൾ പോലും ഇവർ അന്വേഷിക്കാതെ വെച്ചേക്കുമായിരിക്കും. അതുപോലത്തെ ഇനി പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ റീഓപ്പൺ ചെയ്ത് കേസൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എന്താണ് കേരളത്തിൻ്റെ ഒരു ഭാവി അല്ലെങ്കിൽ അവസ്ഥ എന്താണെന്ന് മുന്നോട്ട് നമുക്ക് ഓരോ ദിവസം അറിയാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ രേഖപ്പെടുത്തിയിടാം ഈ ഒരു ഇദ്ദേഹം ചെയ്ത കാര്യത്തെപ്പറ്റി.